ഓടാനാ? ഓടുകയല്ല ചാടുകയല്ല, വിട്ടു നോക്ക, അപ്പ അറിയാം. നീ എന്തിനാ ശാന്തിയുടെ തലയിൽ വെള്ളം കോരി ഒഴിച്ചത്? എന്നെ തല്ലു വിളിക്കാനാ? ഇതെല്ലാം ഈ കുഞ്ചിന് പണിയാ. ആണോ? ഇത് പച്ചക്കള്ള, ഞാൻ കണ്ടല്ലോ വെള്ളം കോരി ഒഴിക്കുന്നത്. എടീടി, നീ എന്റെ അനിയത്തിയാ. നമ്മൾ രണ്ടുപേരും ഒരു ശാഖയാ. എനിക്കെതിരായിട്ട് എന്റെ കുഞ്ചി സാക്ഷി പറയരുത്. നീ കണ്ടോടി കുഞ്ചി? ഞാൻ കണ്ടതാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, സത്യം. അയ്യോ ശരി ശരി. അയ്യോ ഇനിയിപ്പോ കൊല്ലുന്നെങ്കി കൊല്ല്, വളർത്തണെങ്കി വളർത്ത്. എന്താ വലിയൊരു പരിഹാസം? ഏയ് പരിഹാസമൊന്നുമില്ല. ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ കുമിളി ഉണ്ടാക്കി നിൽക്കുന്ന കണ്ടപ്പോ ചിരി വന്നു പോയതാ. ഓ, ഒരപ്പൂപ്പൻ വന്നിരിക്കുന്നു. ഞാൻ കണ്ടു. വലിയ എഞ്ചിനീയർ ആകുമ്പോ ഒന്നാള് പാവം പിള്ളേരെ ഇട്ട് ഓടിക്കുന്നത്. ആഹാ, അങ്ങനാണേല് ഇയാളൊരു കുമിള ഉണ്ടാക്കി കാണിക്കും, എന്നിട്ടാവട്ടെ വാചോടി. ഓ, അതാ അത്ര വലിയ പാട്. ദാ പിള്ളേരെ നോക്കിക്കോ, നമ്മുടെ പപ്പു ചേട്ടനിതാ ആരും ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ലാത്തത്ര വലിപ്പമുള്ള കുമിള ഉണ്ടാക്കാൻ പോകുന്നു. നോക്കിക്കോ, എല്ലാരും ഒന്ന് കൈയടിച്ചേ. ഓ, ഇതിപ്പോ അത്രയ്ക്ക് കൂടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്തോന്നിനാ തോറ്റത്? ആര് പറഞ്ഞു തോറ്റൂന്ന്? ഒരൊറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ്. ബലൂണിന്റെ അത്ര വലുപ്പമുള്ള കുമിള ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഓ പിന്നെ വാചകം മാത്രം. ബലൂണിന്റെ അത്രയും വലുപ്പേ. എന്തിനാ പപ്പു ഇങ്ങനെ പുളു എടുക്കുന്നേ? എല്ലാത്തിനും അതെ, നിക്ക്. നമുക്ക് ആ കിളിയുടെ മുട്ട വിരിഞ്ഞു നോക്കാം. വേണ്ട പപ്പു, ദിവസവും ചെന്ന് തൊട്ട് നോക്കിയാൽ അത് വിരിയത്തില്ല. അതൊക്കെ വിരിയും. വാ വന്നേ. പപ്പുസേ, മനുഷ്യന്റെ മണം അടിച്ച തള്ളക്കിളി തിരിഞ്ഞു നോക്കൂല. തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും, തന്തക്കിളിയും തിരിഞ്ഞു നോക്കും. ഏയ് വേണ്ട പപ്പു, ദോഷം ചെയ്യാൻ എന്താ ഒരു ഉത്സാഹം. ഓ പിന്നെ. അയ്യോ നീറ്. പപ്പു വേഗം ചാട്. കേട്ടിട്ടില്ലേ, മൂത്തൊരു ചൊല്ലു മുതു നെല്ലിക്കാന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതാ കൂടി ചെകയാൻ പോണത് ദോഷമാണെന്ന്. ഇപ്പൊ എന്തായി, കിട്ടിയില്ലേ? ഇവിടെ നീറും കടിച്ചു. എന്നാ റിസൾട്ട് അറിയുന്നേ? അടുത്തുപോയി. എഞ്ചിനീയറായി ഇവിടെങ്ങാനും ഒരു പാലമൊക്കെ പണിത് ഞങ്ങൾക്കൊക്കെ അതിലൂടെ നടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവോ? അതൊക്കെ കണ്ടോണം. ഓഹോ, അയ്യോ പപ്പു വാ. അപ്പോഴ് കഴിഞ്ഞ ദിവസം പപ്പുവിനോട് ഞാൻ ബോർഡറിൽ ഞങ്ങളുടെ റെജിമെന്റ് പുഴ മുറിച്ച് കടന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു? അപ്പുറത്ത് ശത്രുക്കൾ ഒളിച്ചിരിപ്പുണ്ടെന്ന അറിവോടെയുള്ള ആ ആക്ഷൻ. അതെ, പിന്നെ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അത്ര പോരാ. അത് ഞാൻ വേറെ രീതിയിൽ എഴുതി ഒപ്പിച്ചു. പപ്പുവിനെ ഞാൻ ഇപ്പൊ വായിച്ചു കേൾപ്പിക്കാം. അയ്യോ മാമ, അത് പിന്നെ ഇന്ന് എനിക്ക് വല്ലാത്തൊരു തലവേദന, അതുകൊണ്ട് കേൾക്കാൻ ഒരു മൂഡില്ല. ചിലപ്പോ ഇത് വായിച്ചു കേൾക്കുമ്പോ നല്ല മൂടാവും. രാജ്യസ്നേഹത്തിന്റെ കഥകൾ കേട്ടാല് ആരും ഉഷാറായി പോകത്തില്ലേ? എന്റെ ഈ പുസ്തകം ഒന്ന് പുറത്ത് വന്നോട്ടെ, പിന്നെ പപ്പുവിനെ പോലെയുള്ള ചുണ കുട്ടന്മാര് പട്ടാള റിക്രൂട്ട്മെന്റിലേക്ക് അങ്ങ് ഇരച്ചു കയറും. അതിന് മാമന്റെ പുസ്തകം എന്താ ഒന്ന് പുറത്തു വരുന്നത്? ഇതിപ്പോ എഴുത്ത് തുടങ്ങിയിട്ട് വർഷം 7 നിനക്കൊക്കെ എന്തോന്ന് അറിയാം? ഇത് അങ്ങനെ കളി മട്ടിൽ എഴുതി തീർക്കേണ്ട സാധനമല്ല. എന്റെ ഉടപ്പറന്നോനെ, ആ കടലാസ് അവിടെങ്ങാനും ഇട്ടിട്ട് ഒന്ന് എഴുന്നേറ്റ് വന്നാട്ടെ. 10:30 ബസ്സിന് പോയാലേ പെൻഷൻ വാങ്ങിച്ചോണ്ട് നേരത്തെ കാലത്തെ തിരിച്ചു വരാനൊക്കത്തുള്ളൂ. പറഞ്ഞേക്കാം, മാറുന്നെ അങ്ങോട്ട്. എടി കൊച്ചേ, 10:30 12:30 ബസ്സിന് പോയാലും എന്റെ പെൻഷൻ ഇരിക്കേണ്ടിടത്ത് എന്റെ ഇരിക്കും. അതെ, പട്ടാളക്കാരന്റെ പെൻഷനാ നാരായണി, എങ്ങും ഓടി പോകത്തില്ല, ആരും കൊണ്ടുപോവുകയില്ല. എനിക്ക് ചേതമൊന്നുമില്ല, പെൻഷൻ മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ. പറഞ്ഞേക്കാം, എന്തുവാണ് കാണിച്ചോ. രാജ്യസ്നേഹം ഇല്ലാത്ത കൂട്ടങ്ങള്.
ഏയ്, അമ്മേ ഇത് കണ്ടോ? അമ്മണി അമ്മണി ആഹാ വന്നല്ലോ പിറന്നാളോട്ടെ. ആ അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? ഒരു തുള്ളി പായസം അവൻ ഇന്ന് കൊടുക്കല്ലേ? പായസ കൊതി. ലത ചേച്ചിയുടെ എത്രാമത്തെ പിറന്നാളായത്? ഇന്ന് പിറന്നാളാണ്, പ്രായം പറയാൻ പാടില്ല. ദാ ചേച്ചി, നീ തന്നെ അങ്ങ് വെച്ചു കൊടുത്തേരും മോളെ. അല്ലെങ്കിൽ ഇനി അതിന്റെ പേരിൽ അടിയും പിടിയും കരച്ചിലും ബഹളവും ഒക്കെ ആവും. എനിക്ക് ആ ശാന്തി, നീ ചെന്നൊരു ഗ്ലാസ് എടുത്തോണ്ട് വാ. അവന്റെ ഒരു കൊതി കണ്ടില്ലേ? എത്ര പെട്ടെന്നാ കാലം പോന്നത്. നാരായണി ചേച്ചി നിന്നെ പ്രസവിച്ചത് ഇന്നലത്തെ പോലെ ഇരിക്കുന്നു. ചേച്ചി, ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ വീട്ടിലാ. അപ്പൊ ഞാനോ? അയ്യോ, സാറ് വരണ്ട. സാറ് വന്ന അവിടെ ബാക്കി ആർക്കും ഒന്നും കിട്ടൂല. ചേടാ, അയ്യോ, ഇനി അത് മതി വഴക്കിന്. എന്റെ പൊന്നു രതി, നീ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോ. എനിക്കൊന്ന് സ്വൈര്യം കിട്ടണം. ആ, അപ്പുറത്ത് പപ്പും കുഞ്ചിയുണ്ട്. വാ പുളിക്ക്. ആ, ആ ആ ആ. ആ കൊള്ളാം. എന്നും ഇങ്ങനെ പിറന്നാളുകൾ ഉണ്ടാവട്ടെ. എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ എന്ന്. എന്തൊരു കുശുമ്പ്. സാറിനെ ഊണിന് ക്ഷണിക്കാൻ കൂടിയാ വന്നത്. പിന്നെ ഇങ്ങനെയൊന്നും ക്ഷണിച്ചാലേ ഞാൻ വരില്ല. പിന്നെ എങ്ങനെയാ തമ്പ്രാനെ ക്ഷണിക്കാൻ വരണ്ടേ? പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണായിരിക്കും. ആ, പല്ലക്കിലോ മഞ്ചലിലോ തോളിലോ എങ്ങനെയാണേലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ വരണ്ട. ഓ, വേണ്ടല്ലോ. പപ്പുവിനെ ഞാൻ കൊച്ചുനാളില് കുറേ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്, അറിയാമോ? ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പുവിന് ഓർമ്മയുണ്ടോ? അന്ന് എനിക്ക് 10 വയസ്സ്, പപ്പുവിന് 2. നമ്മളെല്ലാം കൂടെ കുന്നിന്റെ മുകളിൽ അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഒടുവിൽ ഞാൻ തൂക്കിയെടുത്ത് പടി കയറുമ്പോഴുണ്ടല്ലോ, ദാ കിടക്കുന്നു രണ്ടും കൂടെ തടുപടാന്ന്. എന്റെ ഒരു പല്ല് ഡിം. അല്ല, അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. അത് പിന്നെ ആ ആ അയ്യടാ. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ.